കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും കേരളത്തിന് അതിവേഗ റെയിൽ പ്രഖ്യാപനമില്ല. കേരളത്തെ തഴഞ്ഞെന്ന ആരോപണം തള്ളിയ അശ്വിനി വൈഷ്ണവ് 3795 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി വ്യക്തമാക്കി. അതേസമയം പ്രഖ്യാപനമില്ലെങ്കിലും പൊന്നാനിയിൽ ഇ ശ്രീധരൻ അതിവേഗ പാതയ്ക്കായി ഓഫീസ് തുറന്നു. ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ പാതയെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തയ്യാറായില്ല. DPR തയ്യാറാക്കാൻ നിർദ്ദേശിച്ചോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: I always support the work which Dr. Sridharan is doing. Will Kerala get a high-speed rail? Yes, definitely all states. So this is a big jump, and as we go forward in this direction, many more cities will be connected by high-speed. അതേസമയം കേന്ദ്ര പ്രഖ്യാപനമില്ലെങ്കിലും അതിവേഗ റെയിൽ പാതയുമായി മുന്നോട്ടു പോകുകയാണ് ഇ ശ്രീധരൻ. പൊന്നാനിയിൽ ഓഫീസ് തുറന്നു. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കി. ഏപ്രിൽ മെയ് മാസത്തോടെ തുടങ്ങുന്ന സർവേ ജൂൺ 1 പൂർത്തിയാക്കും. സർവേ ചെയ്യുകയാണെങ്കിൽ DMRC ഏൽപ്പിക്കാൻ നല്ലത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. DPR ചെയ്യാൻ പോവാണ്, DMRC ഏൽപ്പിക്കുകയാണ്. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന വിമർശനങ്ങൾ തള്ളിയ റെയിൽവേ മന്ത്രി കോൺഗ്രസ് സർക്കാരിനേക്കാൾ 10 ഇരട്ടി വിഹിതം നൽകിയെന്ന അവകാശവാദം ഉന്നയിച്ചു. അങ്കമാലി ശബരി റെയിൽപാതയിൽ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയതായും റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.